ജെയ്സനാണ് ഈ വാർത്ത തുടർച്ചയായിട്ട് ഫോളോ അപ്പ് ചെയ്തുകൊണ്ടിരുന്നത്. പല സ്ഥലങ്ങളിലെയും ട്രാഫിക് കുരുക്കുകൾ വളരെ വ്യക്തമായി കോടതിയുടെ ശ്രദ്ധയിൽ പെടും വിധം തന്നെ ഇത് റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നത് ജെയ്സൺ ചാമളപ്പിലാണ്. ജെയ്സൺ ചാമളപ്പിലും ഇപ്പോൾ പരാതിക്കാരൻ കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ജെയ്സൺ, നമ്മൾ തുടർച്ചയായിട്ട് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തു. ഒരുപാട് ഹർജിക്കാർ കോടതിയിലേക്ക് വരുന്ന സാഹചര്യമുണ്ടായി. ഇത് നമ്മളുടെ കൂടി വാർത്തയുടെ ഒരു ഇമ്പാക്റ്റ് ആണ്. 4 ആഴ്ചത്തേക്ക് ഇപ്പോൾ ടോൾ പിരിവ് മരവിപ്പിച്ചിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്താണ് ഹർജിക്കാരൻ പറയാനുള്ളത്? അരുൺകുമാർ, നമ്മൾ വലിയ സന്തോഷത്തിലാണെന്ന് രാവിലെ നാം ഇത് സംബന്ധിച്ച വാർത്ത പ്രാഥമികമായി കൊടുക്കുമ്പോൾ പോലും ഇന്ന് ഹൈക്കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായ ഒരു വിധി ഉണ്ടാകും എന്ന് പൊതുജനം ആഗ്രഹിക്കുന്നു, ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നവർ ആഗ്രഹിക്കുന്നു, നികുതി കൊടുക്കുന്നവർ ആഗ്രഹിക്കുന്നു എന്ന് ഒരു സാധാരണ മനുഷ്യൻ ആഗ്രഹിക്കുന്നു എന്ന് നാം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. മാത്രമല്ല, കഴിഞ്ഞ എത്രയോ മാസങ്ങളായി ഈ വഴിയിലൂടെ നരക യാത്രയെ സംബന്ധിച്ച് നാം വാർത്ത കൊടുത്ത് മടുത്തിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പോൾ ഒരു ആശ്വാസ വിധി വന്നിരിക്കുന്നു. പരാതിക്കാരൻ ഷാജി കൊടങ്കണ്ടത്ത് നമ്മോടൊപ്പം ചേരുന്നു. ഈ വിധി എന്തിന്റെ സൂചനയാണ്? ഇത് ഒരു സംശയമില്ല, ജനങ്ങളുടെ വിജയത്തിന്റെ സൂചനയാണ്. എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ നരകയാത്ര കുറെ കാലങ്ങളായി ഞങ്ങൾ അനുഭവിക്കുന്നു. ഈ കാശ് കൊടുത്തിട്ട് എന്തിനാണ് ഈ ഗതാഗത കുരുക്കിൽ ചെന്ന് പറഞ്ഞത്? ഈ ഒരു മാസക്കാലം ഹൈക്കോടതി പറഞ്ഞു, സമയപരിധി കൊടുത്തിട്ട് പറഞ്ഞത് ടാർ ചെയ്യൂ, ഇത് മെക്കാഡം ടാർ ചെയ്യണം, ഈ സർവീസ് റോഡ് ചെയ്തിട്ടില്ല, സർവീസ് റോഡ് വീതി കൂട്ടിയിട്ടില്ല, എന്നിട്ടും ഈ കൊള്ള ചെയ്യാണ് ഈ വിധി എന്ന് എന്തായാലും നിങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യം, ഈ പരാതിയിൽ ആവശ്യം, മെയിൻ ആവശ്യം ഈ ടോൾ നിർത്തണം. 1700 കോടി രൂപയാണ് ഇവർ കളക്ട് ചെയ്തത്. വെറും 323 കോടി രൂപയ്ക്ക് കരാർ ചെയ്ത കമ്പനി അവർ പറയുന്നത് 723 കോടി രൂപ ചെലവായി എന്ന് അവർ കള്ളക്കണക്ക് എഴുതി കൊടുത്തിട്ട് ഇപ്പോൾ 1700 കോടി രൂപ കളക്ട് ചെയ്തു. ഇത് നിർത്തണം എന്നാണ് ഞങ്ങളുടെ ആവശ്യം. അമിതമായ ലാഭം കിട്ടിയ ഈ കമ്പനിയുടെ ഈ ടോൾ പിരിവ് നിർത്തണം. അടുത്ത സ്റ്റെപ്പ് നിർത്തിക്കാന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഇതിന്റെ മെയിൻ ഹർജിയുടെ വാദം കഴിഞ്ഞിട്ടുണ്ട്. ആ മെയിൻ ഹർജിയും വിധി പറയാൻ വെച്ചിട്ടുണ്ട്. അടുത്തത് ഏറ്റവും പ്രധാനപ്പെട്ട 4 മാസം, 1 മാസത്തേക്ക് ഇപ്പോൾ നിർത്താൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇവർക്ക് സ്കാൻ ചെയ്തു പോകാനുള്ള ഒരു സൗകര്യമുണ്ട്. ആ സ്കാനിങ് മെഷീൻ കൂടി മാറ്റേണ്ടത് ആവശ്യമല്ലേ? തീർച്ചയായിട്ടും സ്കാനിങ് മെഷീനാണ് ആദ്യം മാറ്റേണ്ടത്. ഇപ്പൊ കളക്ടർ ഒരു ദിവസം ഉത്തരവിട്ടിട്ട് പോലും അവർ സ്കാനിങ് മെഷീൻ മാറ്റിയിട്ടില്ല. ഞങ്ങൾ ഇവിടെ സകല പാർട്ടിക്കാരും ഇതിനു വേണ്ടി സമരം ചെയ്തിട്ടുണ്ട്. സകല ജനങ്ങളും ഈ ടോളിനെതിരെ സമരം ചെയ്തിട്ടുണ്ട്. അല്ല, ഏതായാലും അരുൺകുമാർ, നമുക്ക് ആളുകളുടെ പ്രതികരണം, പൊതുവെ ആളുകളുടെ വാഹനവുമായി വരുന്ന ഒരു പ്രതികരണം തേടുന്നതായിരിക്കുമെന്ന് തോന്നുന്നു. വലിയ